ഹലോ, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരും പുറത്തുനിന്നാണ് വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. എന്നാൽ അത് അത്രയ്ക്ക് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലെന്ന് നമുക്കറിയാം. ബട്ട് എന്നാലും വാങ്ങാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ, എസ്പെഷ്യലി നമ്മുടെ ഈ പച്ചക്കറികൾ അതിൻ്റെയൊക്കെ ഒരു കാര്യത്തിൽ. സോ നമുക്കെന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് കൃഷി ഓൾമോസ്റ്റ് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഈ വീട്ടിലും എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലും ചെയ്യുന്ന ചെറിയ ഒരു പച്ചക്കറി കൃഷിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓൾറെഡി ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് പച്ചമുളകാണ്. അതിനോടൊപ്പം തന്നെ ഇത് വഴുതനങ്ങയാണ്. ഇത് ഓൾമോസ്റ്റ് ആൾക്കാരും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ കാണുന്നത് നമ്മുടെ പിസ്ത ഉണ്ടല്ലോ, പിസ്ത ട്രീ ആണ് ഈ കാണുന്നത്. അത് ജസ്റ്റ് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് പിന്നെ ഏറെക്കുറെ ആൾക്കാർക്ക് അറിയാമായിരിക്കും, രമ്പയിലയാണ്. ആൻഡ് ഇത് വന്നിട്ട് മാതള നാരങ്ങയുടെ പ്ലാന്റാണ് ഈ നിൽക്കുന്നത്. ആൻഡ് അടുത്ത് വരുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള കർപ്പൂര തുളസിയാണിത്. ഈ പ്ലാന്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു ഗുഡ് സ്മെല്ലാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. ഇതൊരു ട്രയലാണ്. മുന്തിരിയാണ്. മുന്തിരിയുടെ ആ ഒരു പ്ലാന്റാണ് ഈ പടർന്നു നിൽക്കുന്നത്. ആൻഡ് ഇതാണ് ഓറഞ്ച്. ഓറഞ്ചിൻ്റെ തന്നെ ഒരു 3 or 4 പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ബ്രിഞ്ചാൽ പ്ലാന്റ് ആണ്. ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു ഗ്രീൻ ബ്രിഞ്ചാലാണ്. ആൻഡ് ചീര ഓൾറെഡി നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ആൻഡ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള ചീരയുണ്ട്. വെണ്ടയ്ക്ക നമ്മൾ ഓൾമോസ്റ്റ് ആൾക്കാരും വീട്ടിൽ നിർത്തുന്നതാണല്ലേ, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വെണ്ടയ്ക്ക കിട്ടുന്നുണ്ട്. അതിന് ഇവിടെ മെയിനായിട്ട് 2 കളറിലെ വെണ്ടയ്ക്കാണുള്ളത്. ഒന്ന് ഗ്രീൻ കളറിൻ്റെയും പിന്നെ ഒന്ന് പിങ്കിഷ് കളറുമാണുള്ളത്. നമ്മുടെ വീട്ടിലും പരിസരത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഇതുപോലെ നമ്മൾ ചെയ്താൽ നമ്മുടെ ഹെൽത്തിന് എന്തായാലും വളരെ നല്ലതായിരിക്കും. കാരണം നമ്മളിപ്പോൾ എന്തായാലും പുറത്തുനിന്ന് വാങ്ങുന്ന ഓൾമോസ്റ്റ് വെജിറ്റബിളും അതിലൊരു 80% നമുക്ക് ഹാംഫുള്ളായിരിക്കും. മുളക് തന്നെ പല പല സ്ഥലങ്ങളിലായിട്ട് നിർത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള മുളകുണ്ട്. ഇത് നമ്മുടെ ചീരയാണ്. ഈ ഒരു സെഷനിൽ പിന്നെ നിർത്തിയിരിക്കുന്നത് വെണ്ടയ്ക്ക, ചീര, ഇഞ്ചി, മുളക്, ആ ഒരു വെജിറ്റബിൾസാണ് അത് ഈ ഒരു സെഷനിലായിട്ട് ഉള്ളത്. ഇഞ്ചിയാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഈ കാണുന്നത് ചീരയാണ്. വേറൊരു ടൈപ്പ് ഓഫ് ചീരയാണ്. പൊന്നാങ്കണ്ണി ചീര എന്നാണ് ഈ ചീരയുടെ പേര് വന്നിട്ട്. ആൻഡ് ഇതിന് ഈ ഒരു റെഡിഷ് പിങ്കിഷ് കളർ കിട്ടാൻ കാരണം ഡയറക്റ്റായിട്ട് ഇതിൽ വെയിലടിക്കുന്നത് കൊണ്ടാണ്. ഇത് നമ്മുടെ പംകിൻ്റെ തൈയാണ്. ആൻഡ് ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് അയ്യപ്പാല. നമ്മുടെ മുറിവിനും അത് മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഈ ഒരു പ്ലാന്റിനുണ്ട്. ആൻഡ് ഈ പ്ലാന്റ് ആണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയാമായിരിക്കും, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണത്. ആൻഡ് ഇത് നമ്മുടെ കുറ്റി കുരുമുളക്. നമുക്ക് ഇതെപ്പോഴും ഇതിൽ നിന്ന് നമുക്ക് കുരുമുളക് കിട്ടുന്നതായിരിക്കും. ആൻഡ് സ്റ്റാർ ഫ്രൂട്ട്. ഇത് നാരകത്തിൻ്റെ തൈയാണ് ഈ നിൽക്കുന്നത്. ഇത് കോളിഫ്ലവർ. ഇതാണ് അബിയു ഫ്രൂട്ടിനെ കുറിച്ച് ഓൾമോസ്റ്റ് ആൾക്കാരും കേട്ട് കാണുമായിരിക്കും. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന മുളകാണ്. ഇതിന് ഉടങ്കൊല്ലി മുളകെന്നാണ് പറയുന്നത്. പല നാടുകളിലും ഈ മുളകിന് വേറെ പലതരത്തിലുള്ള പേരുകളാണ്. തക്കാളിയുടെ ഒരു തൈയല്ല, തക്കാളിയാണ് നിൽക്കുന്നത്. അത് ജസ്റ്റ് ഇപ്പോൾ പൂ വന്നിട്ടേ ഉള്ളൂ. അതിനടുത്ത് വരുന്നത് നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന പേരയ്ക്കയാണ്. ഇത് ഇഷ്ടമില്ലാത്തതായിട്ട് വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. ആൻഡ് ഇതാണ് വിയറ്റ്നാം ഏർലി എന്ന് പറയുന്ന ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ട്രീ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹാഫ് സൈസ്ഡ് ആണ്, ഒരുപാട് വലുതാവത്തില്ല. ഒരു മീഡിയം സൈസ്ഡ് ജാക്ക് ഫ്രൂട്ടാണ് ഇതിൽ വരുന്നത്. അത് മാത്രമല്ല ഇയർലി നമുക്ക് എല്ലാ സീസണിലും ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ജാക്ക് ഫ്രൂട്ട് അത് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇത് നേരത്തെ പറഞ്ഞ ഉടങ്കൊല്ലി മുളകിൻ്റെ വേറൊരു ഷേപ്പാണ്. ആൻഡ് ഇത് ഒരു ചീരയാണ്, വേറൊരു ടൈപ്പ് ഓഫ് ചീരയാണ്. ഇതിന് ബസല്ല ആൽബ എന്നും മലബാർ സ്പിനാച്ച് എന്നും പേരുണ്ട്.
ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ചീരയാണ്, പൊന്നാങ്കണ്ണി ചീര എന്നാണ് ഇതിൻ്റെ പേര്. നേരത്തെ കാണിച്ചത് ഒരു പിങ്കിഷ് കളറായിരുന്നു. അത് ഡയറക്റ്റായിട്ട് അതിൽ സൺലൈറ്റ് അടിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ കളർ ചേഞ്ച് വന്നത്. എന്നാൽ ഇത് സൺലൈറ്റ് അധികം അടിക്കാത്തത് കൊണ്ടാണ് ഇത് ഗ്രീൻ കളറിൽ ഈ ചീര ഇരിക്കുന്നത്. ആൻഡ് ഇതാണ് ക്യാരറ്റിൻ്റെ പ്ലാന്റാണ് ഈ നിൽക്കുന്നത്. ആൻഡ് ക്യാരറ്റിൻ്റെ ഫ്ലവർ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മളിതൊക്കെ പുറത്തു നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയായിരിക്കും എന്തുകൊണ്ടും കൂടുതൽ ബെറ്ററായിട്ട് നമ്മുടെ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും നല്ലത്. ആൻഡ് ഇതാണ് നിത്യവഴുതന. എപ്പോഴും നമുക്കിതിൽ നിന്ന് അതിൻ്റെ ഒരു ഫലം കിട്ടുന്നത് കൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. ആൻഡ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, അഗസ്ത്യച്ചെടിയാണ്. ആൻഡ് ഇത് നമ്മുടെ കോവയ്ക്കയാണ്. ആൻഡ് ഇത് വേറൊരു സെഷനിലുള്ള മുന്തിരിയുടെ ചെടിയാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഫിഷാണ്. ബട്ട് വീഡിയോ എടുക്കുന്ന ടൈമിൽ ഫുഡ് ഇട്ട് കൊടുത്തെങ്കിലും അതെന്തായാലും മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതിനെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബൈ.